ഒരു മാസീവ് ഹെവി ഡ്യൂട്ടി ട്രാൻസ്ഫോമർ ഡയറക്റ്റായി സിറ്റി ഗ്രിഡിലേക്ക് കണക്ട് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുക എന്നത് ഡേഞ്ചറസും പിന്നെ നല്ല എക്സ്പെൻസീവുമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയേഴ്സ് അത്രയ്ക്കും റിസ്ക് എടുക്കുന്നതിന് പകരം രണ്ട് സിമ്പിൾ പ്രൊസീജിയേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓപ്പൺ സർക്യൂട്ട് ഒ സി പിന്നെ ഷോർട്ട് സർക്യൂട്ട് എസ് സി ടെസ്റ്റ്. നമ്മൾ ഇവിടെ ഒരു 50 kVA ട്രാൻസ്ഫോമറിനെ ബേസ് ലൈനായി എടുത്തിട്ട് കോർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ്, ഇക്വലന്റ് റെസിസ്റ്റൻസ് പിന്നെ ഇക്വലന്റ് റിയാക്ടൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ പോവുകയാണ്. ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ റിയൽ വേൾഡ് ലോഡ്സിൽ ട്രാൻസ്ഫോമർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാനാകും. ആദ്യത്തെ സ്റ്റെപ്പ് ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണ്. ഇവിടെ നമ്മൾ റേറ്റഡ് വോൾട്ടേജ്, ലോ വോൾട്ടേജ് എൽ വി സൈഡിൽ കൊടുക്കും. പക്ഷേ ഹൈ വോൾട്ടേജ് എച്ച് വി ടെർമിനൽസ് ഫുൾ ഓപ്പൺ ആയിരിക്കും. സേഫ്റ്റിക്കും പിന്നെ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ എൽ വി സൈഡിൽ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഈ സമയത്ത് സെക്കൻഡറി സൈഡ് ഓപ്പൺ ആയതുകൊണ്ട് കറണ്ട് വളരെ കുറവായിരിക്കും. സോ കോപ്പർ ലോസ് നമുക്ക് ഇഗ്നോർ ചെയ്യാം. വാട്ട് മീറ്ററിൽ കാണിക്കുന്ന ആ 400 വാട്ട് റീഡിംഗ് കോറിൽ ഉണ്ടാകുന്ന കോൺസ്റ്റന്റ് അയൺ ലോസ് ആണ്. സോ നമ്മുടെ ടേബിളിലെ കോർ ലോസ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ്. ഇവിടെ നമ്മൾ എൽ വി സൈഡിനെ ഒരു തിക്ക് ബസ് ബാർ വെച്ച് ഷോർട്ട് ചെയ്തിട്ട് എൽ വി സൈഡിൽ റേറ്റഡ് വോൾട്ടേജിന്റെ ഒരു ചെറിയ ഭാഗം മാത്രം അപ്ലൈ ചെയ്യും. ഈ ചെറിയ വോൾട്ടേജ് മൂലം മാഗ്നറ്റിക് ഫ്ലക്സ് വളരെ കുറവായിരിക്കും. സോ കോർ ലോസ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അപ്പോൾ വാട്ട് മീറ്റർ കാണിക്കുന്ന 800 വാട്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആണ്. പിന്നെ വോൾട്ട് മീറ്ററും അമീറ്ററും വെച്ച് നമുക്ക് ഇക്വലന്റ് റെസിസ്റ്റൻസും റിയാക്ടൻസും കണ്ടുപിടിക്കാം. ട്രാൻസ്ഫോമറിന്റെ എനർജി ലോസ് പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതിന് ഔട്ട്പുട്ട് പവറിനെ ഔട്ട്പുട്ട് പ്ലസ് ടോട്ടൽ ലോസസ് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് ഹാഫ് ലോഡിൽ ഒരു 0.8 ലാഗിംഗ് പവർ ഫാക്ടറിൽ ഉള്ള എഫിഷ്യൻസി ഒന്ന് നോക്കാം. ഫ്രാക്ഷണൽ ലോഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. കോപ്പർ ലോസസ് സ്കെയിൽ ചെയ്യുന്നത് സ്ക്വയർ ഓഫ് ദ കറണ്ട് അനുസരിച്ചാണ്. ഹാഫ് ലോഡിന്റെ കേസിൽ നമ്മൾ 0.5 സ്ക്വയർ ചെയ്തിട്ട് ഫുൾ ലോഡ് കോപ്പർ ലോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യണം. എന്നിട്ട് കോർ ലോസ് കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ ലോസ് കിട്ടും. പിന്നെ വോൾട്ടേജ് റെഗുലേഷൻ. നോ ലോഡും ഫുൾ ലോഡും തമ്മിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ഇന്റേണൽ ഇംപിഡൻസ് മൂലമാണ് ഈ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ലീഡിംഗ് പവർ ഫാക്ടറിന് മൈനസ് സൈനും ലാഗിങ്ങിന് പ്ലസ് സൈനുമാണ് ഫോർമുലയിൽ യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ട്രാൻസ്ഫോമർ ഗ്രിഡിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുമോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. ഫൈനലി മാക്സിമം എഫിഷ്യൻസി എപ്പോഴാണ് കിട്ടുന്നത് എന്ന് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാനാകും. ഹൊറിസോണ്ടൽ കോർ ലോസ് ലൈനും കോപ്പർ ലോസ് പാരബോളയും ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിലായിരിക്കും എഫിഷ്യൻസി പീക്കിൽ എത്തുന്നത്. സോ ബേസിക്കലി എക്സാമിന് ഒരു ഷോർട്ട് കട്ട് ഓർമ്മിച്ചു വെച്ചോ. ഓപ്പൺ സർക്യൂട്ട് എൽ വി സൈഡിൽ കോർ ലോസ് കണ്ടുപിടിക്കാൻ, ഷോർട്ട് സർക്യൂട്ട് എച്ച് വി സൈഡിൽ കോപ്പർ ലോസും ഇംപിഡൻസും വേണ്ടി. കോപ്പർ ലോസ് കണ്ടുപിടിക്കാൻ ലോഡ് ഫ്രാക്ഷൻ സ്ക്വയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വോൾട്ടേജ് റെഗുലേഷന്റെ സൈനും. ട്രയൽ ആൻഡ് എറർ ചെയ്യണേക്കാൾ നല്ലത് കാൽക്കുലേഷൻ എഫിഷ്യൻസിയും റിലയബിലിറ്റിയും വെരിഫൈ ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു.